ഇന്ന് ലോക തണ്ണീർത്തട ദിനമാണ്. കോഴിക്കോട് സരോവരത്തിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന നിരവധി തണ്ണീർത്തടങ്ങൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. മാലിന്യ നിക്ഷേപമാണ് പ്രധാനപ്പെട്ട വില്ലൻ. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. SKN വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. SKN ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഒരു തണ്ണീർത്തടത്തിന് മുൻപിലാണ്. കോഴിക്കോട് സരോവരം ബയോ പാർക്കിനകത്താണ് ഈ തണ്ണീർത്തടം. തണ്ണീർത്തടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോക അന്തർദേശീയ തട ദിനമാണ്. യുനെസ്കോ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് 1971 ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട സമ്മേളനം ചേരുന്നത്. അത് ചേരുന്ന പശ്ചാത്തലം SKN ഈ തണ്ണീർത്തടങ്ങൾക്കൊരു സർവനാശം സംഭവിക്കുന്നു എന്ന ഭീതിയിലേക്ക് പോകുന്നു. കാരണം തണ്ണീർത്തടങ്ങൾ അറിയപ്പെടുന്നത് പ്രകൃതിയുടെ വൃക്ക എന്നുള്ള നിലയിലാണ്. അതായത് പ്രകൃതിയിലേക്കുള്ള ജലശുദ്ധീകരണത്തിൻ്റെ ഒരു താവളം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത് തണ്ണീർത്തടങ്ങളാണ്. ആ തണ്ണീർത്തടങ്ങളുടെ ഒരു നാശത്തിലേക്ക് ലോകം മാറുന്നു. അതായത് 1970 യുനെസ്കോ ഒരു കണക്കെടുത്ത സമയത്ത് 30% തണ്ണീർത്തടങ്ങൾ ലോകത്ത് നികത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ തണ്ണീർത്തടം തന്നെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ദൃശ്യങ്ങളിൽ നമുക്കൊന്ന് നോക്കിയാൽ കാണാം. ഈ കുപ്പികൾ, മദ്യക്കുപ്പികൾ ഉൾപ്പെടെ തണ്ണീർത്തടങ്ങളിൽ ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്നു. സ്വാഭാവികമായും ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തണ്ണീർത്തടങ്ങളിൽ കൂടുതലെത്തുമ്പോൾ അത് പ്രകൃതിയുടെ വലിയ രീതിയിലുള്ള മലിനീകരണത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ഈ 40%-ലേറെ ഈ ജലവിധാനം, അതായത് ഭൂഗർഭ ജലവിധാനത്തിൽ തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ച് ആണ് അതിൻ്റെ ഒരു ഉത്ഭവം ഉണ്ടാകുന്നത്. മാത്രവുമല്ല നിരവധി ജീവികൾ, പ്രത്യേകിച്ചും വംശനാശം സംഭവിക്കുന്ന ജീവികൾ തണ്ണീർത്തടങ്ങളിലെ ഇത്തരം ജലാശയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഉള്ളത് എന്നുള്ളതാണ് പഠനങ്ങൾ. പക്ഷേ എന്നാൽ അതേ സമയത്താണ് നമുക്കിപ്പോൾ ഒന്നുകൂടി ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം SKN, അത്തരം സമയത്താണ് ഇത്തരത്തിൽ മലീമസമായി തണ്ണീർത്തടങ്ങൾ മാറുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രത്യേകിച്ചും ഇതിപ്പോൾ കോഴിക്കോട് സരോവരം പൊതുവെ സംരക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. പ്രകൃതി രമണീയമായ, പ്രകൃതിയെ സംരക്ഷിക്കുന്ന മേഖലയാണ്. അത്തരം മേഖലയിൽ പോലും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ ലോക തണ്ണീർത്തട ദിനത്തിൽ പ്രമേയമായി വെച്ചിരിക്കുന്നത് തണ്ണീർത്തടങ്ങൾ മനുഷ്യ നന്മയ്ക്ക് എന്നുള്ളതാണ്. അതായത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് തണ്ണീർത്തടങ്ങളുടെ മനുഷ്യക്ഷേമവും തണ്ണീർത്തടവും എന്നുള്ളതാണ് 2024 ഈ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ഈ പ്രമേയത്തിൽ നമുക്ക് മലയാളികൾക്ക്, പ്രത്യേകിച്ചും കേരളത്തിൽ തണ്ണീർത്തടങ്ങൾ പലതും നികത്തപ്പെട്ടു. പിന്നീട് തണ്ണീർത്തട നികത്തൽ നിരോധന നിയമവും വന്നു. പക്ഷേ തണ്ണീർത്തടങ്ങൾ കൃത്യമായി പരിരക്ഷിക്കപ്പെടാൻ വേണ്ടി ഈ വരുന്ന ബജറ്റിലെങ്കിലും കൃത്യമായി പണം വകയിരുത്തലും അല്ലെങ്കിൽ പദ്ധതി ആവിഷ്കരിക്കലും അനിവാര്യമാണ് SKN.